റോഹന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തതിനു ശേഷം അവൻ CCTV ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റലിന്റെ പുറകിലായി അല്പം മാറി നിൽക്കുന്ന വാന് കണ്ടതും അവന്റെ മുഖം ക്രൂരമായി ഒന്ന് തിളങ്ങി. അല്പസമയത്തിനു ശേഷം അഗ്നിയുടെ ക്യാബിൻ തള്ളി തുറന്നുകൊണ്ട് രോഹൻ അകത്തേക്ക് കയറി. എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവന്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ രോഹന് കാര്യം അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അഗ്നി, രോഹന്റെ ശബ്ദം കേട്ടതും ചിന്തയിൽ നിന്നുണർന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ഇതാണ് വാനിന്റെ നമ്പർ. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം, അതും എത്രയും പെട്ടെന്ന്. അഗ്നി, ഇത് ആദ്യം ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് അന്വേഷിച്ചു വാ. അതിന് ഒരു സംസാരത്തിന് കാത്തു നിൽക്കാതെ രോഹൻ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. മിത്രയുടെ അവസ്ഥ ആലോചിക്കും തോറും അഗ്നിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ക്യാബിനകത്തേക്ക് മീര കടന്നു വന്നത്. വലിഞ്ഞു മുറുകിയിരിക്കുന്ന അഗ്നിയുടെ മുഖം കണ്ടതും മീര അകത്തേക്ക് കയറാൻ മടിച്ച് അവിടെ തന്നെ നിന്നു. സർ, ഇടറിയ ശബ്ദത്തോടെ അവൾ അഗ്നിയെ വിളിച്ചു. മീരയുടെ വിളിയാണ് അഗ്നിയെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തു വേണം? കടുപ്പമേറിയ ആ വാക്ക് മതിയായിരുന്നു മീരക്ക് അഗ്നിയുടെ മനസ്സിൽ തന്നോട് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ. സോറി സർ, ഞാൻ മരുന്ന് വാങ്ങാൻ. പേടി കൊണ്ടോ കുറ്റബോധം കൊണ്ടോ അവളുടെ ശബ്ദം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മീരയോട് വിശദീകരണം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് പോയത് മീര ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് താൻ ചെയ്തതോ? പുറത്തേക്ക് പോകുമ്പോൾ ഒരു നഴ്സിനെയെങ്കിലും വിളിച്ചടുത്ത് നിർത്താൻ തോന്നിയില്ലേ? അത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലേ? മിത്രയെ കൊല്ലാൻ ചുറ്റും ആളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടും ഇത്ര അലസത നീ കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. സർ, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അഗ്നിയുടെ വാക്കുകൾ കേട്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മീര തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു. മതി, ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും കേൾക്കാനും താല്പര്യമില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഇനിയെങ്കിലും മിത്രയുടെ കൂടെ തന്നെ നിൽക്കാൻ ശ്രമിക്ക്. ഇപ്പം അഗ്നിയോട് സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നിയതും മീര ക്യാബിൻ തുറന്ന് പുറത്തേക്ക് പോയി. ഹലോ മാഡം, ആ പെണ്ണ്, അവൾ രക്ഷപ്പെട്ടു, അയാൾ പറഞ്ഞു. എന്നാൽ മറുതലക്കിൽ സന്തോഷവാർത്ത കാത്തിരുന്ന പത്മാവതി ഒരു ഞെട്ടലയോടെയാണത് കേട്ടത്. എന്താ പറഞ്ഞത്? നിരാശയോ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ വന്ന് മൂടിയിരുന്നു പത്മാവതിയിൽ. അതെ മേഡം, ഞങ്ങൾക്ക് അവളെ കൊല്ലാൻ സാധിച്ചില്ല. ഇതിനാണോ താൻ വലിയ കാര്യം പോലെ ഏറ്റത്? തന്നെ വിശ്വസിച്ച ആ സെക്യൂരിറ്റികൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയത് വെറുതെ ആയില്ലേ? എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെയായിരുന്നു മേഡം നടന്നത്. പക്ഷേ അതിനിടയ്ക്ക് അഗ്നിസാറ് കടന്നു വന്നു. അല്ലെങ്കിൽ എല്ലാം കരുതിയതുപോലെ നടക്കുമായിരുന്നു. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. അവൻ്റെ കൺമുൻപിലൊന്നും ചെന്നുപെടാതെ നോക്ക്. പത്മാവതി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ മുൻപിൽ പിടിക്കപ്പെട്ടാൽ അതവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പത്മാവതി ഫോൺ വെച്ച് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നറിയാതെ അവർ ഉഴറുകയായിരുന്നു. എന്തു പറ്റി മുത്തശ്ശി? അവളെ പരലോകത്തേക്ക് അയച്ചില്ലേ? തൻ്റെ അടുത്തേക്ക് വന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്ന ദുർഗയുടെ മുഖത്തേക്ക് അവർ പരിഭ്രമത്തോടെ നോക്കി. മിത്രയെ അപായപ്പെടുത്താൻ ശ്രമം നടക്കുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പറയുന്ന പൈസ ശമ്പളമായിട്ട് തന്നിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് പണിയെടുക്കാനാണ്. എന്നിട്ടും അവൻ ഇതിനകത്തേക്ക് വേഷം മാറി കയറി മിത്രയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും നിങ്ങളൊന്നും അറിഞ്ഞില്ല. എന്തിനവനെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ കണ്ണുകൾ അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. പിന്നെ സംയമനം പാലിച്ച് വീണ്ടും ചോദിച്ചു, എല്ലാം എവിടെയായിരുന്നു? പറയുന്നുണ്ടോ അതോ ഞാൻ പറയിപ്പിക്കണോ? അവസാനത്തേതൊരു അലർച്ചയായിരുന്നു. എല്ലാവരും നിന്ന് വിയർക്കാൻ തുടങ്ങി. പറയൂടൂ, എവിടെയായിരുന്നു? അഗ്നി അതിലൊരാളുടെ കോളർ പിടിച്ചു വലിച്ചോണ്ട് ചോദിച്ചു. സർ, അത് പറയാൻ. അവൻ്റെ തീക്ഷ്ണമേറിയ നോട്ടത്തിൽ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. പത്മാവതി മേഡം പറഞ്ഞിട്ടാണ് ഞങ്ങൾ. അയാളുടെ മറുപടി കേട്ടതും അഗ്നിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അതിലുപരി അവരോടുള്ള പകയും വെറുപ്പുമായിരുന്നു അവന്. പോ. അവൻ്റെ മറുപടി കേട്ട് എല്ലാവരും ഭയന്നു നിന്നു. എന്നാൽ പോകാൻ. അഗ്നി അലറിയതും അവർ ജീവനം കൊണ്ട് ഓടി. കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അഗ്നി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് വന്നത് മിത്രയുടെ മുഖമായിരുന്നു. പേടിച്ച അവസ്ഥയിൽ മിത്രയെ കണ്ടതും അഗ്നിക്ക് പത്മാവതിയെ കൊല്ലാനുള്ള കലി തോന്നി. അവരുടെ ഇത്തരം പ്രവൃത്തികളാണ് തൻ്റെ അമ്മയെ തന്നിൽ നിന്ന് അകറ്റിയത്. മനസ്സിലേക്ക് വേദനാജനകമായി അവൻ്റെ ബാല്യം ഓർമ്മ വന്നു. പിന്നീട് ഒറ്റപ്പെട്ടു പോയ തൻ്റെ കൗമാരവും യൗവനവും. അത്തരം സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷെ തന്നെ ഇത്രയും ക്രൂരനാക്കി മാറ്റിയത്. ഇനിയൊരു അഗ്നി വേണ്ട. ആദ്യത്തെയും അവസാനത്തെയും ഞാൻ മാത്രമായിരിക്കും. പെട്ടെന്ന് അവൻ്റെ മുൻപിലേക്ക് രോഹൻ കടന്നു വന്നു. നീ തന്ന വാലിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. അവരെ ഈ നിമിഷം പൊക്കാനും നമ്മുടെ ആളുകൾ റെഡിയാണ്.
വേണ്ട, എനിക്ക് കണക്ക് തീർക്കേണ്ടത് അവരോടല്ല, ആ കണക്ക് ഞാൻ നേരിട്ട് തന്നെ തീർത്തോളാം. തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അവൻ്റെ ആ പോക്ക് കണ്ടതും വല്ലാത്ത ഭയം തോന്നി റോഹന്. കാരണം അവന് ദേഷ്യം വന്ന് എന്താ ചെയ്യുക എന്ന് അവന് തന്നെ അറിയില്ല. അവൻ പെട്ടെന്ന് അഗ്നിയുടെ പുറകെ പോയി. ഒരു പെട്ടി നിറയെ ഫ്രൂട്ട്സുമായി മിത്രയുടെ മുറിയിലെ മുമ്പിൽ നിൽക്കുകയാണ് കണ്ണൻ. ഡോറ് തുറക്കാൻ വന്ന മീര കാണുന്നത് 2 വലിയ ബാഗ് നിറയെ ഫ്രൂട്ട്സുമായി നിൽക്കുന്ന കണ്ണനെയാണ്. അവനെ മുന്നിൽ കണ്ടതും മീര ഒന്ന് പുച്ഛിച്ചു. ഡാ ചക്ക, എന്താടാ നിനക്ക് ക്ലാസ് ഒന്നും ഇല്ലേ? എൻ്റെ ഏട്ടത്തിയും കൊച്ചും ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ എനിക്ക് ക്ലാസ്സാണോ വലുത്? നോ, ഞാൻ ഏട്ടത്തിയെ കാണാൻ വന്നതാ, വഴിയിൽ നിന്ന് മാറി നിൽക്ക് തള്ളേ. കണ്ണൻ മീരയെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി. തള്ളയോ? ആരോടാ നിന്റെ തള്ള? അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് മീര ഡോറിനെ നേരെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് പുറത്തേക്ക് പൊക്കോണം, മാറി നിൽക്ക്. ഏട്ടത്തി, ഞാൻ വന്നു. ബെഡിൽ കിടക്കുന്ന മിത്രയുടെ അടുത്തേക്ക് അവൻ പോയി. അവൻ്റെ ശബ്ദം കേട്ടതും മിത്ര പതിയെ എഴുന്നേറ്റിരുന്നു. ഇത് ഞാൻ കൊണ്ടുവന്നത് ഏട്ടത്തിക്ക് വേണ്ടിയാ. കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു ആപ്പിൾ എടുത്ത് നന്നായി കഴുകി അത് മുറിച്ച് അവൻ മിത്രയ്ക്ക് നേരെ നീട്ടി. തനിക്ക് നേരെ സ്നേഹത്തോടെ ആപ്പിൾ നീട്ടിയ കണ്ണനെ അവൾ വേദനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതുവരെ കിട്ടാത്തൊരു സഹോദരൻ്റെ സ്നേഹം എപ്പോഴൊക്കെയോ അവൾക്ക് കണ്ണൻ നൽകിയിരുന്നു. വാത്സല്യത്തോടെ തന്നെ അവൾ അത് കഴിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് ഏട്ടത്തി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏട്ടത്തിക്ക് വയ്യ എന്നറിഞ്ഞത് മുതൽ ആ ചെകുത്താൻ നിലത്തൊന്നുമല്ല. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ ചെകുത്താനെ ഇതല്ല, എൻ്റെ ചെകുത്താൻ ഇങ്ങനെയല്ല. ആദ്യം അത് കേട്ടപ്പോൾ പുച്ഛം തോന്നിയെങ്കിലും കണ്ണനൊരു പ്രത്യേക ഭാവത്തോടെ അവസാനത്തെ ഡയലോഗ് പറഞ്ഞതും മിത്ര ചിരിച്ചുപോയി. എന്നാൽ മീരയിൽ എവിടേക്കോ ഒരു നോവുണർന്നു. തൻ്റെ അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണം. തന്നെ ഏൽപ്പിച്ച് വിശ്വസിച്ചാണ് സാർ ഇവിടെ നിന്ന് പോയത്. എന്നാൽ എനിക്ക് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. പലതരം ചിന്തയിൽ മീരയുടെ മനസ്സുഴറി. ഈ കിളവി ആരെ സ്വപ്നം കണ്ട് നിൽക്കുക? ഇടച്ചക്ക, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കിളവിന്ന് വിളിക്കരുതെന്ന്. എനിക്കൊരു പേരുണ്ട്. എന്നാ പിന്നെ ആ പേര് പറ, പിന്നെ പേര് വിളിച്ചാൽ മതിയല്ലോ. പേരോ? മര്യാദയ്ക്ക് ചേച്ചിയെന്ന് വിളിച്ചോ. നിന്നേക്കാൾ 3-4 കൂടുതൽ ഉണ്ടിട്ടുണ്ട് ഞാൻ. ഓ. പെട്ടെന്ന് മിത്രയുടെ മുറിയുടെ കതക് തുറന്ന് അഗ്നി അകത്തേക്ക് കയറി വന്നു. മിത്രയോട് സംസാരിച്ചിരിക്കുന്ന കണ്ണനെ കണ്ടതും അതുവരെ സംഘർഷഭരിതരായി നിൽക്കുന്ന അവൻ്റെ ഹൃദയം പതിയെ ശാന്തമായി. എന്നാൽ അഗ്നിയെ കണ്ടതും മിത്ര വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മനസ്സിലെവിടെയോ ഭക്ഷണം തട്ടിക്കളഞ്ഞത് മോശമായി എന്നൊരു തോന്നലുണ്ടായിരുന്നു. അഗ്നി മിത്രയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവനെ കണ്ടതും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ വേഗം കണ്ണൻ എഴുന്നേറ്റു നിന്നു. അഗ്നിക്ക് പുറകെ റോഹനുമുണ്ടായിരുന്നു. നീ എപ്പോൾ വന്നു? ഗൗരവം വിടാതെ തന്നെ അവൻ കണ്ണനോട് ചോദിച്ചു. കുറച്ചു നേരമായി. അഗ്നിമിത്രയ്ക്ക് അടുത്തേക്ക് നീങ്ങി നിന്ന് അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. എല്ലാം എടുത്തു വെച്ചോ, ഡിസ്ചാർജായി. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ചോദ്യഭാവത്തിൽ മിത്ര അഗ്നിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വീട്ടിലേക്കോ? ആരുടെ വീട്ടിലേക്ക്? അതിനൊരു പുച്ഛച്ചിരിയോട് അഗ്നി മറുപടി കൊടുത്തു. ഇത് നല്ല ചോദ്യമാണല്ലോ ഭാര്യ. ഭാര്യ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ? ഒട്ടും കൂസാതെയുള്ള അവൻ്റെ മറുപടി മിത്രയ്ക്ക് ദേഷ്യം വന്നു. അതിനേക്കാൾ അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത് അവൻ്റെ ഭാര്യ ഭർത്താവ് എന്നുള്ള വാക്കുകളായിരുന്നു. അവ തൻ്റെ നെഞ്ചിൽ കുത്തി തറക്കുന്ന ആണി പോലെ തോന്നി അവൾക്ക്. ഭർത്താവ്? ആരുടെ ഭർത്താവ്? ഭർത്താവ് പോയിട്ട് ഞാൻ നിങ്ങളെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പുച്ഛത്തോടെയുള്ള മിത്രയുടെ വാക്കുകൾ അവനെ ചുട്ടുപൊള്ളിച്ചു. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് നീ എന്നെ പരിഗണിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. സംസാരിച്ച് നിൽക്കാനേ എനിക്ക് സമയമില്ല. അതുകൊണ്ട് വേഗം പാക്ക് ചെയ്തോ. ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പോകുന്നത് തൻ്റെ വീട്ടിലേക്കല്ല, വീറോടെ പറഞ്ഞു മിത്ര. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. എന്തു വേണമെന്ന് എനിക്കറിയാം. അതിന് മറ്റാരെയും സഹായം ആവശ്യമില്ല. എന്തു വന്നാലും അഗ്നിയുടെ കൂടെ പോകില്ലെന്ന് മിത്ര ഉറപ്പിച്ചു. മിത്ര, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അത് നിനക്ക് നല്ലതിനല്ല. തന്നെ കൊണ്ട് പറ്റുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല. മിത്ര കടുപ്പിച്ച് പറഞ്ഞതും അഗ്നിക്കും വാശിയേറി. നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതിനിടവരുത്താതെ നല്ല കുട്ടിയായി എൻ്റെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത്. നിനക്കെന്തായാലും ഞാൻ 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ വന്നാൽ പോകാം. ഇനി നീയായി വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടു പോകാനേ അഗ്നിക്കറിയാം. നീ വിളിക്കുന്ന ചെകുത്താനാക്കരുതെന്നെ. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ നീ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ ഞാനത് ചെയ്യും.
അഗ്നി, എന്താ ഇത്? ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ചൊരു വഴക്ക് വേണോ? രോഹൻ ഇടപെട്ടതും മിത്ര ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ അഗ്നി അവനെ ദേഷ്യത്തോടെ നോക്കി. ഇനി ഇവളെ തനിച്ചാക്കാൻ എനിക്ക് കഴിയില്ല. തക്കം നോക്കി നിൽക്കുന്ന കഴുകന്മാരാണ് ചുറ്റും. അഗ്നിയുടെ വാക്കുകൾ കീറിമുറിച്ച് പരിശോധിക്കുകയായിരുന്നു മിത്ര. മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളുമായി അത് കൂട്ടി വായിച്ചതും അതിൽ നിന്നും ഒന്ന് അവൾക്ക് വ്യക്തമായി. ശത്രുക്കൾ പതിയിരിക്കുന്നത് തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവന് വേണ്ടിയാണ്. മിത്രയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ കണികകൾ വീണ്ടും രൂപപ്പെട്ടു. ഒരു നിമിഷം തന്നെ കൊല്ലാൻ തയ്യാറായി മുന്നിലേക്ക് വന്ന അയാളുടെ രൂപം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ മുഖത്ത് വിയർപ്പിൻ്റെ കണികകൾ രൂപപ്പെട്ടു. ഒരു താങ്ങിനെന്നോണം മീരെ മിത്ര ചേർത്ത് പിടിച്ചു. അഗ്നി പതിയെ മിത്രയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തേ ചേറ് വലിച്ചിട്ടിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഗ്നി സംസാരിക്കാൻ തുടങ്ങി. നിനക്കെന്നോട് വെറുപ്പാണെന്നറിയാം. എന്നെ ഒരിക്കലും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നറിയാം. എന്നെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ ഞാൻ പറയില്ല. പക്ഷെ നീയിപ്പോൾ എൻ്റെ കൂടെ വന്നേ മതിയാകൂ. അല്ലെങ്കിൽ അത് നിനക്കും കുഞ്ഞിനും ആപത്താണ്. വളരെ സൗമ്യതയോടെ സംസാരിക്കുന്ന അഗ്നി എല്ലാവർക്കും ഒരു പുതിയതായിരുന്നു. ഒരു പക്ഷേ ഇത് അഗ്നി തന്നെയാണോ എന്ന് പോലും മറ്റുള്ളവർ സംശയിച്ചു. എന്തിനും ഇത്രയ്ക്ക് പോലും ഈ അഗ്നി പുതിയതായിരുന്നു. ഇനി എന്നോടുള്ള വെറുപ്പിൻ്റെ പേരിൽ വരാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നിനക്കുറപ്പ് തരാൻ കഴിയുമോ? അഗ്നിയുടെ വാക്കുകളിൽ മിത്ര പതറി. അവനൊരു ഉറപ്പ് കൊടുക്കാനുള്ള ആൽബലമോ സാമ്പത്തിക ബലമോ മിത്രയ്ക്കില്ല. എങ്കിലും തോറ്റുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. എന്തു തന്നെ സംഭവിച്ചാലും അഗ്നിയുടെ വീട്ടിലേക്കൊരു പോക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നതിനോ അപ്പുറമായിരുന്നു. അവളുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ നോക്കി കാണുകയായിരുന്നു അഗ്നി. ശരി, ഇനിയും നിനക്ക് നിന്റെ വാശിയാണ് വലുതെങ്കിൽ നിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നീ മാത്രമായിരിക്കും കാരണക്കാരി. നീ മാത്രം. അത് പറഞ്ഞുകൊണ്ട് അഗ്നി പുറത്തേക്ക് പോയി. മിത്രാകെ തകർന്നു പോയിരുന്നു. ഒരു അപകടം വന്നാൽ തനിക്കത് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ലെന്ന് അവൾക്ക് പകൽ പോലെ വ്യക്തമായിരുന്നു. ഇതുപോലുള്ള അപകടങ്ങൾ തനിക്ക് നേരെ ഉണ്ടായാൽ ഒരു സ്ത്രീ, അതും ഗർഭിണി, ഭർത്താവില്ലാതെ തനിച്ച് ജീവിക്കുന്നവൾ, സ്വന്തക്കാരോ ബന്ധുക്കളോ ഇല്ല, സംരക്ഷിക്കാൻ കരുത്തുറ്റ കൈകളുമില്ല. എന്തു ചെയ്യും? എങ്ങനെ സംരക്ഷിക്കും എൻ്റെ കുഞ്ഞിനെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം വിങ്ങുന്ന പോലെ. ഇതിനെല്ലാം മൂല കാരണം അഗ്നിയാണ് എന്നോർക്കവേ അവളുടെ ഉള്ളിൽ പകയും ദേഷ്യവും നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. അയാൾക്ക് മുൻപിൽ തോൽവി സമ്മതിക്കേണ്ട അവസ്ഥ. അഗ്നിയുടെ വീട്ടിലേക്ക് അവൻ്റെ ഭാര്യയായി കയറി ചെല്ലുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് മിത്ര ഒരു നിമിഷം ചിന്തിച്ചു പോയി. അത്രത്തോളം അവളുടെ മനസ്സിൽ അവനോട് വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ വിധി എഴുതിയിരിക്കുന്ന മരണത്തിനൊരു പക്ഷേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ അവൻ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ അയാൾ അവനെ സംരക്ഷിക്കാൻ അഗ്നി ഉണ്ടാകുമെന്നുള്ള കാര്യം അവൾക്കുറപ്പായിരുന്നു. അഗ്നിദേവ് ആരുടെ മുമ്പിലും ഇത്രത്തോളം താഴ്ന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അയാൾ എനിക്ക് മുൻപിൽ താഴുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അഗ്നിദേവിൻ്റെ പക്കൽ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും. പക്ഷേ തനിക്ക് കഴിയുമോ അയാളുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ? പക്ഷേ തൻ്റെ കുഞ്ഞ്, ശത്രുക്കൾ കൂടുതലുണ്ട്. മിത്രയ്ക്കെന്നുള്ളത് മീര മാത്രമാണ്. ദിനേശനും ഗിരിധർക്കും തക്കം നോക്കിയിരിക്കുന്ന കുറുക്കന്മാരാണ് ഇപ്പോൾ പുതിയ ശത്രുക്കളും. അവരോടൊറ്റയ്ക്ക് പൊരുതാനുള്ള മനക്കരുത്തുണ്ട് മിത്രയ്ക്ക്. എന്നാൽ ആൾബലമില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ അഗ്നിയുടെ വീട്ടിലേക്ക് പോകാനും അവൾക്ക് മനസ്സ് വന്നില്ല. പെട്ടെന്ന് അവളുടെ തോളിൽ മീര കൈ ചേർത്തു വെച്ചു. മിത്ര അസ്വസ്ഥ മനസ്സോടെ മീരയെ നോക്കി. മിത്ര, നിന്റെ തീരുമാനം എന്തു തന്നെയായാലും അത് കുഞ്ഞിനെ ബാധിക്കാത്തതായിരിക്കണം. വാക്കുകൾ കേട്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി. മനസ്സ് സംഘർഷത്താൽ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു. അവസാനം വേറെ വഴിയില്ല. മിത്ര തീരുമാനത്തിലേക്കെത്തി. അഗ്നിയുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്ന് മിത്രയുടെ മുറിയുടെ ഡോറ് തുറന്ന് അഗ്നി അകത്തേക്ക് പ്രവേശിച്ചു. അഗ്നിയെ കണ്ടതും മീര മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. മിത്ര, നിന്റെ തീരുമാനം എന്തായി? സംഘർഷത്തോടു കൂടിയാണ് അഗ്നി ചോദ്യം ഉന്നയിച്ചത്. ഞാൻ വരാൻ തയ്യാറാണ്. മറുപടി കിട്ടിയതും സന്തോഷം കൊണ്ട് അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു. ഉടനെ മിത്ര സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തുടർന്നു. എന്നാൽ അതിലും എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം. മിത്രയുടെ ഈ മറുപടി അഗ്നി ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല. കാരണം അവൻ അറിയാമായിരുന്നു ഒന്നും കാണാതെ മിത്ര വീട്ടിലേക്ക് വരില്ലെന്ന്. എന്ത് ഡിമാൻഡ്സ്? അഗ്നി ചോദ്യഭാവമായി മിത്രയെ നോക്കി.
ഒരിക്കലും നിങ്ങളുടെ ഭാര്യയായിട്ട് ആയിരിക്കില്ല ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ പേരിൽ ഒരു അവകാശവും ഒരു പരിഗണനയോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. എൻ്റെ മേൽ നിങ്ങൾക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല. എൻ്റെ സ്വകാര്യത എൻ്റെ മാത്രമായിരിക്കും. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ പുറത്തു പോകും. എൻ്റെ ചിലവുകളെല്ലാം ഞാൻ തന്നെ വഹിക്കും. നിങ്ങളുടെ ഒരു ചില്ലിക്കാശ് പോലും എനിക്കും എൻ്റെ കുഞ്ഞിനും ആവശ്യമില്ല. അവിടെ നിങ്ങളും ഞാനും തികച്ചും അപരിചിതർ മാത്രമായിരിക്കും. അനാവശ്യമായി ഒന്നിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല.